ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കള റെസിപ്പിയിൽ ഞാൻ തയ്യാറാക്കുന്നത് കൊത്തു മസാല ചപ്പാത്തിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഉള്ളിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി 2 ഇവിടെ ചെറുത് അരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തക്കാളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ജരുവളം മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി ആണെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ജരുവളമായാലും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കും. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിവ് കൂട്ടിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് ലേശം നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ. ഞാനിവിടെ ഒരു 5 ചപ്പാത്തിയോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ആ മസാലയൊക്കെ ചപ്പാത്തിയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ മസാല എല്ലാം കൂടെ ചപ്പാത്തിയിലേക്ക് ഇവിടെ പുരട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. മസാല കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് എല്ലാവരും സപ്പോർട്ട് വെക്കണേ. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. താങ്ക് യു.